വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ തക്കവണ്ണം ഒരുക്കിയിരിക്കുന്ന മുഖാന്തരത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തർക്കും കേൾക്കുന്ന വചനം അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീന അടിയനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ കൃപ തരണമേ. ഇത് അടിയനും കേൾക്കുന്ന ഓരോ മക്കൾക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമെന്ന് യേശുനാഥ് വീക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, പ്രൊവേർബ്സ് ചാപ്റ്റർ 1:7. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, എന്നാൽ ഭോഷന്മാർ ജ്ഞാനവും പ്രബോധനവും വെറുക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, അനുദിന ജീവിതത്തിൽ അനേക തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് നാം ഓരോരുത്തരും. തീരുമാനങ്ങളിൽ പലതും ഒരുപക്ഷെ നമുക്കത് ഗുണമാകുകയില്ല. പല ദോഷങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങളും നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചെറുതും വലുതുമാകുന്ന തീരുമാനങ്ങൾ, നന്മയെന്ന് കരുതി നാം എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ദോഷമായി ഭവിക്കുന്ന സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഈ തിരുവചനത്തിന് പ്രസക്തിയുള്ളത്. ഇവിടെ നാം വായിക്കുകയാണ്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ജ്ഞാനം എന്നുള്ളത് വെറും ഒരു അറിവിനേക്കാൾ ഉപരിയായി അനുയോജ്യമാകുന്ന തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ്, കൃപ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് ഹിതമായ തീരുമാനങ്ങൾ, ദൈവത്തിന് പ്രസാദകരമാകുന്ന തീരുമാനങ്ങൾ ഒരു ദൈവ പൈതൽ എടുക്കുന്നത് ജ്ഞാനം അവനുള്ളപ്പോഴാണ്. ഈ സദൃശവാക്യങ്ങളിൽ ഏറെ ഭാഗവും ശലോമോൻ രചിച്ചതാണ്. ഈ ശലോമോന് ജ്ഞാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയുവാൻ തക്കം കഴിയും. നമുക്കറിയാം, ലോകത്ത് ജീവിച്ചിരുന്ന വ്യക്തികളും ഏറ്റവും ജ്ഞാനമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ശലോമോനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം 1 രാജാക്കന്മാർ 3-ാം അധ്യായം 6-7 തിരുവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുകയാണ്, അതിന് ശലോമോൻ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിൻ്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥയോടും കൂടെ നിൻ്റെ മുമ്പാകെ നടന്നതിന് തക്കവണ്ണം നീ അവന് വലിയ കൃപ ചെയ്ത് ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ അവന് ഒരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. ഇസ്രയേലിൻ്റെ 3-ാമത്തെ രാജാവായി ശലോമോൻ വരികയാണ്. ശൗലിന് ശേഷം ദാവീദിനെ ദൈവം രാജാവാക്കുന്നു. ദാവീദിൻ്റെ പിൻഗാമിയായി തൻ്റെ മകനായ ശലോമോന് ആ പദവി ദൈവം നൽകുകയാണ്. അവന് പ്രായം അധികമില്ല. ഇവിടെ ശലോമോൻ പറയുകയാണ്, എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരമായ രാജാവാക്കി. ഞാനോ ഒരു ബാലനത്രേ. അപ്പോൾ ലോകപരിചയമോ മറ്റ് വിദ്യാഭ്യാസ യോഗ്യതകളോ അധികം ശലോമോനില്ല. മാത്രമല്ല, അവനാവശ്യമായിട്ടുള്ളത് ഈ വലിയ സമൂഹത്തെ നയിക്കുവാൻ തക്കോണമുള്ള കഴിവാണ്. നന്നായി അറിയാം, നമുക്കറിയാം, അന്നും ഇന്നും ഇസ്രയേൽ ജനത അവരുടെ കഴിവുകൾ വളരെ വ്യത്യസ്തമാണ്. ദൈവം അപ്രകാരം ആ ജനത്തെ തിരഞ്ഞെടുത്തുകൊണ്ടാകാം ഇസ്രയേൽ അല്ലെങ്കിൽ യഹൂദന്മാർ അന്നും ഇന്നും മറ്റുള്ള വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഏത് ഉന്നത പദവികളിലും നാം നോക്കിയാൽ
അത് സയൻറ്റിസ്റ്റുകളാകാം, അല്ലെങ്കിൽ മീഡിയയിലൂടെ ടോപ്പ് ഹെഡ്സ് ആകാം, ഫൈനാൻഷ്യൽ വേൾഡിലാകാം, മൂവി ഫീൽഡിലാകാം, ഏത് ഫീൽഡിലായിരുന്നാലും ഏറ്റവും അധികം പ്രക്ഷോഭിക്കുന്നത് യഹൂദന്മാരാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവം അവർക്ക് ബുദ്ധിപരമായ കഴിവുകൾ മറ്റ് ജനതകളെക്കാൾ ഒരുപക്ഷെ കൂടുതൽ കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ജനത്തിൻ്റെ രാജാവായിട്ടാണ് ശലോമോനെ ദൈവം ആക്കി വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ശലോമോൻ പറയുന്നത്, 8-ാം വാക്യം, നീ തിരഞ്ഞെടുത്തതും ബാഹുല്യം നിമിത്തം ഏറ്റവും കണക്കുമില്ലാത്തതുമായ ഒരു വലിയ ജനതയായ നിൻ്റെ ജനത്തിൻ്റെ മധ്യയെ അടിയൻ ഇരിക്കുന്നു. അപ്പോൾ ഈ ഒരു വലിയ സമൂഹത്തെ നയിക്കുവാൻ അവരുടെ രാജാവായി ശൗലിനെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ദൈവം ശൗലിനോട് ചോദിക്കുന്നുണ്ട്, 5-ാം വാക്യം, ഗിബെയോനിൽ വെച്ച് യഹോവ രാത്രി ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നിനക്ക് വേണ്ട വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളിച്ചത്. അപ്പോൾ ശലോമോനോട് ദൈവം പറയുകയാണ്, നിനക്ക് ആവശ്യമായ വരം നീ ചോദിച്ചു കൊള്ളുക. അപ്പോഴാണ് ശലോമോൻ ഈ വിവരം ദൈവത്തോട് പറയുന്നത്. എന്നിട്ട് 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതില്ലാതെ നിൻ്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? അപ്പോൾ ശലോമോൻ ദൈവത്തോട് പറയുകയാണ്, ഈ ജനതയെ നയിക്കുവാൻ ആവശ്യമാകുന്ന വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരിക. മറ്റേതിനേക്കാൾ ഉപരിയായി എനിക്ക് ആവശ്യം ഇതാണ്. അപ്പോൾ താഴെ നാം വായിക്കുകയാണ്, ശലോമോൻ ഈ കാര്യം ചോദിച്ചത് യഹോവയ്ക്ക് പ്രസാദമായി. ദൈവം അവനോട് അരുളിച്ചത്, നീ ദീർഘായുസോ സമ്പത്തോ ശത്രുസംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിലുള്ള വിവേകമെന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിൻ്റെ അപേക്ഷ അനുസരിച്ച് ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകവുമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിനക്ക് ശേഷവും ഉണ്ടാകുകയില്ല. ശലോമോൻ ജ്ഞാനികളിൽ ജ്ഞാനിയായി നാം അറിയപ്പെടുന്നത് ഇത് കാരണമാണ്. ദൈവം പ്രത്യേകമായ വരം, കൃപ ശലോമോന് നൽകുകയാണ്, വിവേകവും ജ്ഞാനവുമുള്ള ഒരു ഹൃദയം. എന്നിട്ട് നാം വായിക്കുകയാണ്, നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിനക്ക് ശേഷം ഉണ്ടാകുകയുമില്ല. അപ്പോൾ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എഴുതിയ തിരുവചനമാണ് സദൃശവാക്യങ്ങളിൽ നാം വായിച്ചത്. ഈ ജ്ഞാനം ശലോമോൻ ആവശ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വിവേകം ആവശ്യപ്പെടുമ്പോൾ, ജനത്തെ നയിക്കുവാൻ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങളിൽ അപ്രകാരം എടുക്കുവാൻ ആവശ്യമാകുന്ന വരമാണ് ശലോമോൻ ദൈവത്തോട് യാചിക്കുന്നത്. ദൈവം അതിൽ വളരെ സംപ്രീതനായി അവന് വിവേകവും മാത്രമല്ല ജ്ഞാനവുമുള്ളൊരു ഹൃദയം കൊടുക്കുന്നതായിട്ട് നാം കാണുകയാണ്. അപ്പോൾ ജ്ഞാനം എന്നുള്ളത് അറിവ് അല്ല, വായിച്ച് കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളല്ല, അതിനേക്കാൾ ഉപരിയായി ഏറ്റവും ഉചിതമായ തീരുമാനം, സൗണ്ട് ജഡ്ജ്മെൻറ്റ് എടുക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിനൊരു വലിയ കൃപയാണ് എന്ന് നാം കാണുകയാണ്. ഇതാണ് ഇവിടെ ശലോമോൻ പറയുന്നത്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അപ്പോൾ ജ്ഞാനം എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്? അത് ശലോമോൻ പറയുകയാണ്, യഹോവ ഭക്തി, ദൈവഭക്തി, അത് ജ്ഞാനം ഒരുവന് നൽകുന്നു. കാരണം സദൃശവാക്യങ്ങൾ 2-ാം അധ്യായം 6-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, യഹോവയാണല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അപ്പോൾ ഈ ജ്ഞാനം നൽകുന്നത് ദൈവമാണ്. അപ്പോൾ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പരിജ്ഞാനം, വിവേകം നമുക്ക് ഉണ്ടാകുകയും ഏറ്റവും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുകയും ചെയ്യും. ഉചിതമായ തീരുമാനമെടുത്താൽ നമ്മുടെ ജീവിതം ഒരു വിജയമായി മാറും. മറിച്ച് തീരുമാനങ്ങൾ ഉചിതമല്ല എങ്കിൽ അത് എത്തിച്ചേരുന്നത് വലിയ പ്രയാസങ്ങളിലാണ് എന്ന് നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. അതുകൊണ്ട് അനുദിന ജീവിതയാത്രയിൽ നമുക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം എല്ലാവർക്കും ആവശ്യമാണ്. ജ്ഞാനത്തോടുകൂടി തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ അത് അനുഗ്രഹങ്ങളായി ഏത് തലത്തിലായിരുന്നാലും, അത് പഠിക്കുന്നൊരു കുട്ടിയായിരുന്നാലും, ജോലി ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നാലും, സാമൂഹികമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നാലും, രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരിയായിരുന്നാലും,
ഏത് അവസ്ഥയിലും ഏത് സാഹചര്യങ്ങളിലും തീരുമാനങ്ങൾ ഉചിതമായത് എടുക്കുവാൻ ആവശ്യമാകുന്ന ജ്ഞാനം, ഈ ജ്ഞാനത്തിൻ്റെ ഉറവിടമാകുന്ന ദൈവത്തിൽ നിന്ന് ആണ് അത് ലഭ്യമാകുന്നത്. അത് ലഭ്യമാകുന്നത് ദൈവത്തോടുള്ള ഭക്തിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ്. എന്താണ് ദൈവത്തോടുള്ള ഭക്തി? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പ്രാർത്ഥനയിൽ ദൈവവുമായൊരു ബന്ധം നമുക്ക് ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ നാം പലപ്പോഴും മനസ്സിലാക്കാത്ത കാര്യം, നമ്മുടെ ഹൃദയവിചാരങ്ങൾ പോലും ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ വിചാരങ്ങളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ തീരുമാനങ്ങളും അവൻ അറിയുന്നുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ തിരുവചനം, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും അവൻ്റെ കൺമുമ്പിൽ നഗ്നവും തുറന്നതുമായി കിടക്കുന്നു, അവനോടാകുന്നു നാം കണക്ക് ബോധിപ്പിക്കേണ്ടത്. അപ്പോൾ ദൈവത്തിന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. നാം ചിന്തിക്കുന്നതും നാം പ്രവർത്തിക്കുന്നതും നാം സംസാരിക്കുന്നതും ദൈവം അറിയുന്നുണ്ട്. അവൻ്റെ സന്നിധിയിൽ ഓരോന്നിനും നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ഈ ലോക ജീവിതം എന്ന് കരുതുന്ന ഈ ഹ്രസ്വമാകുന്ന കാലം ഒരു പ്രവാസകാലമാണ്. തിരുവനന്തപുരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രവാസകാലത്ത് നാം ചെയ്യുന്ന ഓരോ കാര്യത്തിനും ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അപ്പോൾ നമുക്കുള്ളത് ഓരോന്നും ദൈവം നൽകിയതായതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കണക്കുകൾ ബോധിപ്പിക്കണം. നമ്മുടെ സമയം, ദൈവം നമുക്ക് തരുന്ന സമ്പത്ത്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ആരോഗ്യം, നാമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ചുമതലകളിലും നാം എപ്രകാരം ഇടപെടുന്നു, അതിന് കണക്ക് ഒരിക്കൽ ദൈവത്തിൻ്റെ മുമ്പിൽ നാം കൊടുക്കേണ്ടവരാണ്. അങ്ങനെ കഴിയുന്നത് നാം ചെയ്യുന്നതും സംസാരിക്കുന്നതും നാം ചിന്തിക്കുന്നത് പോലും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ അങ്ങനെ നമ്മെ നന്നായി അറിയുന്ന, നമ്മുടെ അമ്മയുടെ ഉദരം മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും നമ്മെക്കുറിച്ചറിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോഴും എന്ന് ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകുമ്പോൾ ആ ദൈവഭയത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയും. ദൈവഭയം എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ ശിക്ഷിക്കുമെന്നുള്ള ഭയമല്ല, പിന്നെയോ നമ്മെ സൃഷ്ടിച്ച് നമ്മുടെ നന്മ മാത്രം കാംക്ഷിച്ച് നമ്മെ അനുഗ്രഹിച്ച് വഴി നടത്തുന്ന ആ ദൈവത്തോട് പറ്റി നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ, ആ ദൈവത്തിൽ അചഞ്ചലമായൊരു വിശ്വാസവും ഒരു സ്നേഹവും നമ്മളിൽ നിന്നുണ്ടാകുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് യഹോവ ഭക്തിയിൽ ജീവിപ്പാൻ കൊണ്ട് നമുക്ക് കഴിയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും എൻ്റെ ദൈവത്തിന് ഇതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്, ദൈവം അറിയാതെയല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുവാൻ തക്കോണം യഹോവ ഭക്തിയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് കഴിയും. മറിച്ച് എല്ലാ കാര്യങ്ങളും നന്നായി പോകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ പിറുപിറുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് ദൈവഭയം, ദൈവഭക്തി ഉണ്ട് എന്ന് അവകാശപ്പെടുവാൻ കഴിയുകയില്ല. ദൈവം നമ്മൾക്ക് നന്മയായി മാത്രമാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ താൽക്കാലികമായി ദോഷമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നന്മയിലേക്ക് നയിക്കുവാൻ ആണത് വരുത്തുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകും. വീണ്ടും നാം പത്രോസ്ലിഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നതിനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലത്ത് ഭയഭക്തിയോടെ ജീവിക്കുവിൻ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലത്ത് ഭയഭക്തിയോടെ ജീവിക്കുവിൻ. ഈ ലോക ജീവിതം ഒരു പ്രവാസകാലമാണ്. ഈ പ്രവാസകാലം നമുക്കറിയാം, നാം തിരുവചനം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനതയൊക്കെയും പ്രവാസത്തിലേക്ക് ദൈവം അയക്കുന്നുണ്ട്. ബാബിലോൺ പ്രവാസം 70 വർഷക്കാലം, മിസ്രൈമിൽ ഏതാണ്ട് 430 വർഷക്കാലം പ്രവാസം. എന്നാൽ ഈ ലോകത്തിൽ നമ്മുടെ ആയുസ് 70, 80, 90, 100 എത്രയായിരുന്നാലും അതൊരു പ്രവാസകാലമാണ്. നാം ഇവിടെ നിത്യമായി നിലനിൽക്കുകയില്ല. ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതം നമുക്കുണ്ട്, നിത്യതയിൽ ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ പ്രവാസകാലത്ത് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും
ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കണക്കുകൾ ബോധിപ്പിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ പ്രവാസകാലത്ത് ഭയഭക്തിയോടെ ജീവിക്കുവിൻ. ദൈവഭയം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ എളിമയുണ്ടാകണം. നാം ദൈവത്തിൻ്റെ മുമ്പിൽ ആരുമല്ല എന്നുള്ളൊരു ചിന്ത. പലപ്പോഴും ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പലതും ദൈവം നമുക്ക് നൽകി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ചിന്തകൾ നമ്മെ കഴിഞ്ഞ് മറ്റാരുമില്ല. അങ്ങനെ വരുമ്പോൾ ഹൃദയം നിഗളിക്കുന്ന, അഹങ്കരിക്കുന്ന സാഹചര്യത്തിലേക്ക് അനേക വ്യക്തികൾ പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം നൽകിയതാണ്. ഒന്നുമില്ലാത്തവരായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന നാം ഒന്നുമില്ലാത്തവരായിട്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ധനമോ ലോകത്തിൻ്റേതാകുന്ന പേരോ പെരുമയോ ഒന്നും നിലനിൽക്കുന്നതല്ല. അപ്പോൾ ദൈവമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൽ എളിമയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കോണം കഴിയുന്നത് എന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നാം 53-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ തിരുവചനം നാം വായിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർ ബുദ്ധിമാന്മാരായിട്ടാണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ലോകത്തിൻ്റെ പാണ്ഡിത്യമല്ല, മറ്റുള്ളവരിൽ നിന്ന് ഉന്നതമായ ഒരു സ്ഥാനത്തെത്തിയതല്ല, അതൊന്നും ദൈവത്തിൻ്റെ മുമ്പിൽ ബുദ്ധിമാൻ എന്ന് ഉള്ള നിർവചനത്തിൽപ്പെടുത്തുവാൻ കഴിയുകയില്ല. പിന്നെ ദൈവത്തെ അന്വേഷിക്കുന്ന എന്ന് പറയുമ്പോൾ ദൈവഹിതമാരായുന്ന, ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അവൻ ഉണ്ടോ എന്ന് നോക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിച്ച് ദൈവഭയത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുയോജ്യമാകുന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം അവനെ സഹായിക്കും. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? നാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വന്തമായി സംസാരിക്കാതെ ഞാൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യും. അപ്പോൾ സകല സത്യത്തിലും നമ്മെ വഴി നടത്തുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോഴാണ് അനുയോജ്യമാകുന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് കഴിയുന്നത്. അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. അപ്പോൾ അനുദിന ജീവിത യാത്രയിൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളിൽ വസിച്ച് ആ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിക്കാണ് അനുയോജ്യമാകുന്ന തീരുമാനങ്ങൾ, അവനാണ് ജ്ഞാനമുള്ളവനായി തീരുന്നത്. ആ പരിശുദ്ധാത്മാവാണ് അവനെ ജ്ഞാനിയാക്കി തീർക്കുന്നത്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിക്കാണ് അനുയോജ്യമാകുന്ന സൗണ്ട് ജഡ്ജ്മെൻ്റ് അവൻ്റെ ജീവിതത്തിലെടുക്കുവാൻ, അത് നന്മയിലേക്ക് നയിക്കപ്പെടുവാൻ തക്കോണം കഴിയുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കുറേ വായിച്ചതുകൊണ്ടോ കുറേ പഠിച്ചതുകൊണ്ടോ കുറേ കേട്ടതുകൊണ്ടോ നമുക്ക് ഈ ജ്ഞാനം സമ്പാദിക്കുവാൻ കഴിയില്ല. ദൈവഭയത്തിൽ ജീവിക്കുന്ന, ദൈവഭക്തിയിൽ ജീവിക്കുന്ന ഒരുവനാണ് ദൈവം ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നത്. അതാണ് ശലോമോന് ദൈവം നൽകുന്നത്. ദൈവത്തോട് അവൻ ഇത് ചോദിക്കുമ്പോൾ തന്നെ ദൈവം അവന് ജ്ഞാനം നൽകുകയാണ്. മാത്രമല്ല ദൈവം അതിന് ശേഷം അവിടെ പറയുകയാണ്, 1 രാജാക്കന്മാർ 3-ാം അധ്യായം 12-ാം വാക്യം നാം വായിച്ചു. ഞാൻ നിൻ്റെ അപേക്ഷ അനുസരിച്ച് ചെയ്തിരിക്കുന്നു, ജ്ഞാനവും വിവേകമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്ക് ശേഷം ഉണ്ടായിട്ടുമില്ല. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിൻ്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുവനും നിനക്ക് സമനാകുകയില്ല. വിവേകമുള്ളൊരു ഹൃദയം ചോദിച്ച ശലോമോന് ലഭിച്ചത് വിവേകവും ജ്ഞാനവും, അതുകൂടാതെ സമ്പത്തും മഹത്വവും ദൈവത്തിൽ നിന്ന് ലഭിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി, ദൈവഭക്തിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം അവന് ആവശ്യമാകുന്നതൊക്കെയും നൽകുന്നു എന്നുകൂടി നാം ഈ തിരുവചനത്തിലൂടെ മനസ്സിലാക്കുകയാണ്. ഇതാണ് കർത്താവ് പറഞ്ഞത് നാം വായിക്കുന്നുണ്ട്, മുന്നമേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതുവഴി സകലതും കൂട്ടിച്ചേർക്കാം. നമ്മുടെ ആത്മീയ യാത്രയിൽ പലപ്പോഴും ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് നാം. നമ്മുടെ ജോലി,
നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റേതാകുന്ന പലതിനും വേണ്ടി നാം ദൈവത്തോട് അപേക്ഷിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരാണ്. തീർച്ചയായും പ്രാർത്ഥിക്കണം. എന്നാൽ മുന്നമേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുന്ന, നീതി അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലിന് ഈ ലോകത്തിൽ ആവശ്യമായതൊക്കെയും ദൈവം അവന് വേണ്ടി നൽകും. അതാണ് വാഗ്ദത്തം. അതാണ് നാം ഇവിടെ വായിക്കുന്നതും. ശലോമോൻ വിവേകത്തിനു വേണ്ടി ദൈവത്തോട് യാചിച്ചപ്പോൾ ജ്ഞാനം അവന് നൽകുകയാണ്. സമ്പത്ത്, മഹത്വം ദൈവം അവന് കൊടുക്കുകയാണ്. തുടർന്ന് താഴെയുള്ള തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകുന്നതായിട്ട്. 2 അമ്മമാർ, അവരുടെ കുഞ്ഞുങ്ങൾ, അതിൽ ഏതാണ്ട് സമപ്രായമുള്ള ശിശുക്കൾ, ഒരുവളുടെ കുഞ്ഞ് മരിച്ചു പോവുകയാണ്. അപ്പോൾ മരിച്ച കുഞ്ഞിനെ മറ്റേ സ്ത്രീയുടെ അടുത്ത് കൊണ്ട് കിടത്തി ആ കുഞ്ഞിനെ ഈ സ്ത്രീ തൻ്റെ അടുത്ത് കിടത്തുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസമായപ്പോൾ ഈ മറ്റ് സ്ത്രീ മനസ്സിലാക്കി മരിച്ച് കൂടെ കിടക്കുന്ന കുഞ്ഞ് അവളുടേതല്ല. അപ്പോൾ അവളുടെ ജീവനുള്ള കുഞ്ഞിനു വേണ്ടി അവൾ ക്ലെയിം ചെയ്യുകയാണ്. എന്നാൽ മറ്റ് സ്ത്രീ അത് സമ്മതിക്കാത്തതുകൊണ്ട് രാജാവിൻ്റെ അടുത്ത്, ശലോമോൻ്റെ അടുത്ത് വരികയും ശലോമോൻ അതിന് ഒരു തീരുമാനം ഉണ്ടാകുവാൻ തക്കവണ്ണം അവിടെ ഒരു പ്രവൃത്തി നടത്തുന്നതായിട്ട് നാം കാണുകയാണ്. നാം അത് വായിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 23 വാക്യം. അപ്പോൾ രാജാവ് കൽപ്പിച്ചത്, ജീവനുള്ളത് ഏത് കുഞ്ഞെന്നും മരിച്ചത് നിൻ്റെ കുഞ്ഞെന്നും ഇവൾ പറയുന്നു. അങ്ങനെയല്ല, മരിച്ചത് നിൻ്റെ കുഞ്ഞെന്നും ജീവനുള്ളത് എൻ്റെ കുഞ്ഞെന്നും മറ്റവൾ പറയുന്നു. ഒരു വാൾ കൊണ്ടുവരുവീൻ എന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഒരു വാൾ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ 2 പിളർന്ന് പകുതി ഒരുവൾക്കും പകുതി മറ്റവൾക്കും കൊടുക്കുവിനെന്ന് കൽപ്പിച്ചു. ഉടനെ ജീവനുള്ള കുഞ്ഞിൻ്റെ അമ്മ തൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള വേദനയാൽ രാജാവിനോട്, അയ്യോ എൻ്റെ തമ്പുരാനെ, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ, അതിനെ അവൾക്ക് കൊടുത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. മറ്റവളോ, എനിക്കും വേണ്ട, നിനക്കും വേണ്ട, അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജീവനുള്ള കുഞ്ഞിൻ്റെ മാതാവ് ആരാണെന്ന് മനസ്സിലാക്കുവാൻ തക്കോണം അവിടെ സാധ്യമാകാം. ഇതാണ് ശലോമോന് ലഭിച്ച ജ്ഞാനം. അപ്പോൾ പലപ്പോഴും ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങളിൽ ഏതാണ് ഉചിതമായ തീരുമാനമെന്ന് ഒരുപക്ഷെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. ഇവിടെയാണ് ഈ ജ്ഞാനത്തിന് പ്രസക്തി. ഇവിടെയാണ് ഈ ജ്ഞാനം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. അതോടൊപ്പം തന്നെ നാം വായിക്കുകയാണ് സദൃശവാക്യങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, അതിൻ്റെ 2-ാം ഭാഗം നാം വായിക്കുകയാണ്. എന്നാൽ ഭോഷന്മാർ ജ്ഞാനവും പ്രബോധനവും വെറുക്കുന്നു. അപ്പോൾ ജ്ഞാനികൾ ജ്ഞാനമില്ലാതെ ഈ ലോകത്തിൻ്റേതാകുന്ന കാര്യങ്ങളിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നവരെ ശലോമോൻ പറയുകയാണ് ഭോഷന്മാർ. എന്താണ് ഇപ്രകാരം ഭോഷന്മാരെന്നിവരെ പറയുവാൻ തക്കവണ്ണം കഴിയുന്നത്? നാം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വായിക്കുകയാണ്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. അപ്പോൾ ക്രൂശിൻ്റെ വചനം എന്ന് പറയുന്നത് യേശു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശ് മരണത്താൽ നമുക്ക് രക്ഷ ഉണ്ടായി. അത് വിശ്വസിക്കാത്തവർ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് നമുക്കോ ദൈവശക്തിയുമാകുന്നു. അത് വിശ്വസിക്കാത്തവരും അത് ഏറ്റുപറയുവാൻ ലജ്ജിക്കുന്നവരുമായിരിക്കുന്നവരെയാണ് ഭോഷന്മാരെന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും നാം വായിക്കുകയാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. എന്നാൽ ലൗകിക മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതായതിനാൽ അതവന് ഗ്രഹിക്കുവാൻ സാധ്യവുമല്ല. അപ്പോൾ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളാത്ത, പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ അതിനെ അനുസരിക്കുവാൻ കഴിയാത്ത വ്യക്തികളെ ഭോഷന്മാരെന്ന് നാം ഇവിടെ കാണുക. അതവന് ഭോഷത്വമാകുന്നു. കാരണം തൻ്റെ കഴിവും തൻ്റെ ബുദ്ധിയുമാണ് സകലത്തിലും നടത്തുന്നത് എന്നുള്ളൊരു ചിന്ത ഒരുവനുണ്ടാകുമ്പോൾ അവന് പരിശുദ്ധാത്മാവ് ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവഭക്തിയിൽ ജീവിക്കുവാൻ അവന് കഴിയുന്നില്ല. അങ്ങനെയുള്ളവരെ ഭോഷന്മാരെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഭോഷന്മാരെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഭോഷന്മാർ ജ്ഞാനവും പ്രബോധനവും വെറുക്കുന്നു. അവർ ചിന്തിച്ചതും അവർ പഠിച്ചതും
മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉപദേശത്തേക്കാൾ ഉപരിയാണ്, അത് മതിയെന്നുള്ള ചിന്ത അവരിൽ വസിക്കുന്നതുകൊണ്ട് പലപ്പോഴും അതിനെ അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും അവന് കഴിയുകയില്ല. അതിൻ്റെ ഫലം എന്താണ്? ജ്ഞാനം ഉള്ള വ്യക്തി എടുക്കുന്നത് പോലെയുള്ള തീരുമാനമെടുക്കുവാൻ അവന് കഴിയാതെ വരികയും അത് വലിയ പ്രയാസങ്ങളിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ജ്ഞാനത്തിൻ്റെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ജ്ഞാനം നമ്മുടെ അനുദിന ജീവിതയാത്രയിൽ ആവശ്യമായതുകൊണ്ട് ദൈവഭയത്തിൽ ജീവിച്ച് ജ്ഞാനമുള്ളവരായി ഉചിതമായ തീരുമാനങ്ങളെടുത്ത് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹപൂർണ്ണമാക്കി നമുക്ക് മുമ്പോട്ട് പോകാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.